ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും മെറിറ്റ് ഡേയും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി HM KS ഷീജ, അധ്യാപകരായ TN അജയ്കുമാർ, MA രേഖ, ഓഫീസ് അസിസ്റ്റന്റ് KC ബീന എന്നിവരാണ് ഈ വർഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്നത്. രാവിലെ നടന്ന ചടങ്ങിൽ ദേവസ്വം പട്ടികജാതി പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മെച്ചപ്പെട്ട കുട്ടികളെ നമ്മുടെ സമൂഹത്തിന് നൽകാൻ വേണ്ടി സ്കൂൾ കഴിയും എന്നുള്ളതാണ് ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം വലിയ രീതിയിൽ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം മാറ്റമുണ്ട്. അപ്പോൾ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്കൂളുകളിൽ ഭൗതിക അന്തരീക്ഷം മാറ്റിയെടുക്കുകയാണ്. ആ ഭൗതിക അന്തരീക്ഷം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിൽ ഏകദേശം നമ്മുടെ സംസ്ഥാനത്ത് 5000 കോടി രൂപയാണ് ചെലവഴിച്ചത്. നമ്മുടെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ഭൗതിക അന്തരീക്ഷമെല്ലാം വളരെ മോശമാണ്. ആ മോശം അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ രക്ഷകർത്താക്കൾ തയ്യാറാകാറ്. എന്നാൽ ഇന്ന് നമ്മൾ പൊതുവിദ്യാഭ്യാസം ഏറെ മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ ഭൗതിക സാഹചര്യത്തിൽ ഘടകമായി. അതിൻ്റെ ഫലമായിക്കൊണ്ട് നമ്മുടെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളിലേക്കെല്ലാം നല്ലപോലെ കുട്ടികൾ കടന്നു വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമ്മുടെ ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്നത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം പൊതുസമൂഹം മെച്ചപ്പെടുകയാണ്. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. 100% ഇവർ എത്രയോ നാൾക്ക് മുമ്പേ ഇവർ പോയ ആളുകളാണ്. ഇപ്പൊ അത് അപ്പുറത്തേക്ക് ഓരോ കുട്ടികളെ ഇൻഡിവിജ്വലായി ഗുണമേന്മയുള്ള എന്ന് നമ്മളൊക്കെ പറയുന്ന വിദ്യാഭ്യാസ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ നല്ല ശ്രദ്ധ പതിപ്പിക്കുന്ന വിദ്യാലയമായി ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ കുട്ടികളെ ശാസ്ത്ര പരീക്ഷണങ്ങളെല്ലാം നടത്തുന്ന സമയത്ത് സംസ്ഥാനത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ പലതും ചെയ്യാൻ കഴിഞ്ഞ സ്കൂളാണ് നമ്മുടെ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ. മാറി വരുന്ന കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സയൻസ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന നല്ല ശാസ്ത്രബോധമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒക്കെ ഉള്ളതിന്റെ ഒരു ബേസ്മെന്റായി തീർച്ചയായും ഞാൻ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ കാണുകയാണ്. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, മുൻ മാനേജർമാരായ ഉഷ ശങ്കരനാരായണൻ, ഡോക്ടർ KC പ്രകാശൻ, ഹയർ സെക്കൻഡറി അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്ത്, MPTA പ്രസിഡന്റ് പ്രീതി നിജേഷ്, മുൻ പ്രധാനാധ്യാപകൻ KV ജയരാജൻ, LP വിഭാഗം പ്രധാനാധ്യാപിക അർച്ചന സുനിൽ, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, സ്കൂൾ ലീഡർ PS അവന്തിക, TB സതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നൃത്ത സംഗീത സന്ധ്യ അരങ്ങേറി. സോന പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു. സോന പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ, സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, കിഡ്സ് ജ്വല്ലറീസ്, ക്യാമ്പസ് കളക്ഷൻസ്, 18 കാരറ്റ് ആഭരണങ്ങൾ, ജന്മനക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ. സോന പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. മുഗൾ ജ്വല്ലറി 3 പീടിക ആൻഡ് തൃപ്രയാർ.